പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം ഒരു ബ്രോസ്റ്റ് പൗഡർ നിർമ്മാണ യൂണിറ്റിൽ നിന്നും ബ്രോസ്റ്റ് പൗഡറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം ലഭിച്ചപ്പോൾ അതിൽ കൃത്രിമ നിറങ്ങൾ ടാർട്രസിനും സൺസെറ്റ് യെല്ലോ എന്നീ 2 കൃത്രിമ നിറങ്ങൾ ചേർത്തതായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൺസേഫ്, ശരീരത്തിന് ഹാനികരമാണ് എന്നൊരു പരിശോധനാ ഫലം ലഭിക്കുകയുണ്ടായി. എന്നാൽ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാതാവ് പറയുന്നത് അവർ യാതൊരു തരത്തിലുള്ള കൃത്രിമ നിറങ്ങളും അതിൽ ചേർത്തിട്ടില്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ബ്രോസ്റ്റ് പൗഡറിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാതെ തന്നെ അതിൽ കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനാ ഫലം ലഭിച്ചത്? എനിക്ക് സംശയമായി. ഞാൻ ആ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാതാവിനോട് അവർ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുകയുണ്ടായി. അത് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവർ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് കസ്റ്റാർഡ് പൗഡർ. വളരെ അറിയപ്പെട്ട കമ്പനികളുടെ കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ പാക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൽ 2 തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ കസ്റ്റാർഡ് പൗഡറിൽ ചേർത്തിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതായത് സൺസെറ്റ് യെല്ലോയും ടാർട്രസിനും ചേർത്തിട്ടാണ് കസ്റ്റാർഡ് പൗഡറുകൾ മാർക്കറ്റിൽ ലഭിക്കുന്നത്. നിയമപ്രകാരം കസ്റ്റാർഡ് പൗഡറിൽ ഇവ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. എന്നാൽ ബ്രോസ്റ്റ് പൗഡറിൽ നിയമപ്രകാരം കൃത്രിമ നിറങ്ങളൊന്നും ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുമില്ല. ഈ നിർമ്മാതാവ് ബ്രോസ്റ്റ് പൗഡറിലേക്ക് കൃത്രിമ നിറങ്ങളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഓൾറെഡി എന്തടങ്ങിയിട്ടുണ്ട്? ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ആ ഫുഡ് പ്രൊഡക്റ്റിന് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സേഫ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് കീപ് ക്ലീൻ, വൃത്തിയായി സൂക്ഷിക്കുക. 2 സെപ്പറേറ്റ്, വേർതിരിച്ചു വെക്കുക. 3 കുക്ക് തറോലി, നന്നായി ശരിയായ ഊഷ്മാവിൽ പാചകം ചെയ്യുക. 4 കീപ് അറ്റ് സേഫ് ടെമ്പറേച്ചർ, സുരക്ഷിതമായ ഊഷ്മാവിൽ സൂക്ഷിക്കുക. 5 യൂസ് സേഫ് റോ മെറ്റീരിയൽ, സുരക്ഷിതമായ സേഫ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബ്രോസ്റ്റ് പൗഡർ നിർമ്മാണത്തിന് ബ്രോസ്റ്റ് പൗഡറിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സേഫ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ ഏതൊരു ഭക്ഷ്യവസ്തു നിർമ്മിക്കുമ്പോഴും അതിൽ ചേർക്കുന്ന റോ മെറ്റീരിയൽസ് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബ്രോസ്റ്റ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോട്ടലുകാരൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റുകാരൻ ബ്രോസ്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ബ്രോസ്റ്റ് സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെന്ത് കിട്ടും? ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ലഭിക്കും. അതൊരിക്കലും ഈ ഹോട്ടലുകാരൻ ചേർക്കുന്നതായിരിക്കില്ല. അപ്പോൾ അയാൾ അറിയാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റും ഉണ്ടാക്കുമ്പോൾ ആ ഫുഡ് പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ സേഫാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ ലഭിക്കുകയും ക്രിമിനൽ കേസുകളിൽ പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ നിർബന്ധമായിട്ടും അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം സുരക്ഷിതമാണോ, സേഫാണോ, അവരുടെ പ്രൊഡക്റ്റിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിർമ്മാണത്തിൽ ഏർപ്പെടുക. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഇത്തരത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാത്തവർ തന്നെ അവരുടെ അശ്രദ്ധ മൂലം വന്നുപെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ് യൂസ് സേഫ് റോ മെറ്റീരിയൽ. സുരക്ഷിതമായ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്